നമസ്കാരം. മെഹർ മന്ദിയാൻ ലിൻസിൽ നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്ത് ഒരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും ഒന്നും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ ബുദ്ധിമുട്ട് നിങ്ങൾ മാനേജ്മെന്റ് ടീം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ ഇതിന് വേറെ വാക്കുകളില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം അമ്മാതിയുള്ള ചെയ്താണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. വിഷു ആശംസ അറിയിച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. അതായത് കൃഷ്ണന്റെ മുമ്പിൽ മന്തി വിളമ്പി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ, ഒരു മന്തിക്കടയുടെ പോസ്റ്ററാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തൊരു ഊളത്തരമാണ്! ഇത്രയ്ക്ക് ബോധമില്ല, ഇത്രയ്ക്ക് വിവരമില്ല, ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ എന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. കാരണം അമ്മാതിരി തെണ്ടിത്തരവും ചെറ്റത്തരവുമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അതോടൊപ്പം തന്നെ മുസ്ലിം ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം വിള്ളലുണ്ടാവുന്ന തരത്തിലോട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ അത് വളരെ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും, അല്ലെങ്കിൽ അത് എത്താനായിട്ടുള്ള ഇടയുണ്ട്. ആ ഒരു ഇട ഉണ്ടാക്കി വെക്കാതിരിക്കുകയാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇമാതിരിയുള്ള ഊളത്തരങ്ങൾ ചെയ്തു വയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് പോലും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അമ്മാതിരിയുള്ള ചെയ്തല്ലേ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് വലിയ തോതിൽ പ്രതിഷേധമാവുന്ന തരത്തിൽ ആ ഹോട്ടലിനെതിരെ തന്നെ ഇപ്പോൾ പലരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ വാർത്ത നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെയൊക്കെ തുടക്കം എന്താണ്, ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ഇതിപ്പോ മുസ്ലിംസിലായാലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസിലായാലും അവർക്ക് തന്നെ ഈ പറയുന്ന രീതിയിൽ അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വിശ്വാസങ്ങൾ അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള പോസ്റ്ററുകൾ ആ ഒരു രീതിയിൽ അടിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്? അപ്പൊ അതുപോലെ തന്നെയാണ് ഹിന്ദുക്കൾക്കിടയിലുമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഊളത്തരങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്ന് പറയുന്നത് എന്തോ പറയണ്ട ശരിക്കും പറഞ്ഞാൽ. അത്രയ്ക്കും മതസൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് ഇവറ്റകൾക്ക് അറിയാമോ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്ന കണക്കല്ലേ ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം മാപ്പുമായിട്ട് രംഗത്ത്, അതായത് 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും മാപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാപ്പല്ലെങ്കിൽ എന്ത് കോപ്പ് പറഞ്ഞാലും ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് പലർക്കും പലതും പറയാം. പക്ഷെ അതുപോലല്ല ഒരു മതത്തെ തൊട്ട് കളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് വേറൊരു തലത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആ ഒരു രീതിയിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പോക്രിത്തരം, ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരം എന്ന് മാത്രമേ പറയാവുള്ളൂ. കാരണം എന്ത് കൂത്താട്ടവും കാണിക്കാം അല്ലെങ്കിൽ എന്ത് പറയാം എന്നുള്ള തരത്തിലേക്കാണോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് ഇവിടെ ഉള്ളവരെ മിണ്ടാതിരിക്കുമെന്നാണോ ഇവരുടെയൊക്കെ വിചാരം? ഇത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ പറയുന്ന കാര്യത്തിലായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും അതോടൊപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും അതിൽ ഓരോ കാര്യങ്ങൾ ഇടുന്ന കാര്യത്തിലായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള മതത്തെ തൊട്ട് കളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഈ പറയുന്ന തരത്തിൽ ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് ആരായാലും. അതിപ്പോ ഹിന്ദുസിലായാലും മുസ്ലിംസിലായാലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസിലായാലും. എന്തായാലും കാണിച്ചു വച്ചിരിക്കുന്നത് ശുദ്ധ ചെറ്റത്തരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവുമായിട്ട് മറ്റു പലരും ഒക്കെ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഒരു പോസ്റ്റർ അടിച്ചിറക്കുക, അവസാനം ആ പോസ്റ്റർ പിന്നെ എടുത്തു മാറ്റുക, എന്നിട്ട് മാപ്പുമായിട്ട് രംഗത്ത് വരിക. അപ്പോൾ ഇതൊന്നും തന്നെ അറിയാത്ത പൊട്ടന്മാരാണോ നിങ്ങൾ ഈ ഒരു തരത്തിൽ ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്? ഇതൊക്കെ കണ്ടുകൊണ്ട് വായും കെട്ടി മിണ്ടായിരിക്കുമെന്നായിരുന്നു നിങ്ങളുടെ വിചാരം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ആരായാൽ തന്നെ. അല്ലെങ്കിൽ 8ന്റെ പണി അല്ലെങ്കിൽ 16ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. എന്തായാലും ഈ കാണിച്ചിരിക്കുന്ന കാര്യം അതിനിപ്പോൾ എന്ത് തന്നെ ആയാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതിനിപ്പോൾ ഏത് മതത്തിലായാലും, അതിപ്പോൾ ഹിന്ദുവിലായാലും മുസ്ലിമായാലും ക്രിസ്ത്യനിലായാലും ആ മതത്തെ ചുറ്റിപ്പറ്റി അതിലൊരു വിള്ളലുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു വയ്ക്കുന്നത് ശുദ്ധ ചെറ്റത്തരവും തെമ്മാടിത്തരവും എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും.